സുന്ദര സ്വപ്നങ്ങളിൽ ചരണഭാഗം മൂന്നാം ഭാഗം. പല്ലവി അനുപല്ലവി നമ്മൾ പാടിക്കഴിഞ്ഞ് ഇനി മൂന്നാം ഭാഗം ചരണം, മൂന്നാം പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ജീവന്റെ ദപഗഗ ജീവന്റെ ദപഗഗ ജീവനിൽ ഗാപപ ഗാപപ ജീവനിൽ നിന്നുമോ ദാനി സദപ ദാനി സദപ നിന്നുമോ രജ്ഞാത ദാദാദ ദാദാദ അജ്ഞാത ജീമൂദ പഗപാധ ജീമൂദ നിർജരി പോലെ സാരിനി സാസ നിർജരി പോലെ. അപ്പം ആദ്യം വരുന്നത് അടി കഴിഞ്ഞിട്ട് ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജരി പോലെ. അടുത്തത് അടിയിലായിരിക്കും. ജീവന്റെ ജീവന്റെ നിതപഗഗ ജീവന്റെ നിതപഗഗ. അവിടെ ജീവന്റെ ജീവനിൽ നിന്നു ദാനി സദപ നിന്നുമൊരജ്ഞാത ദാനി സദപ ദാദാദ ജീമൂദ നിർജരി പോലെ. മനസ്സിലായില്ലേ? അടുത്തത് ചിന്തി ചിന്തിയ കൗമാര ചിന്തിയ ഗദപദനി ഗദപദനി ചിന്തിയ കൗമാര സങ്കൽപധാരയിൽ ധപധാനി നീരിരി ധപധാനി നീരിരി ധപധാനി നീരിരി സങ്കൽപധാരയിൽ എന്നെ സാരിക എന്നെ സാരിക എന്നെ മറന്നു ഞാൻ ഗപഗ ഗപഗാപ ഗപഗ ഗപഗാപ മറന്നു ഞാൻ പാടി ഗപഗ ഗരിഡി ഗരിഡി സസ ഗപഗ ഗരിഡി ഗരിഡി സസ പാടി. അടുത്തത് ചിന്തിയ രണ്ടാമത്തത് ചിന്തിയ ഗപദ സനീസ ഗദപദ സനീസ ഗദപദ സനീസ ചിന്തിയ കൗമാര സങ്കൽപധാരയിൽ. അവിടെ സങ്കൽപധാരയിൽ സങ്കൽപധാരയിൽ നിഗരി ഗരീരി സങ്കൽപധാരയിൽ നിഗരി ഗരീരി നിഗരി ഗരീരി ധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ഇത്രയേ ഉള്ളൂ ഇത്. പക്ഷെ അവിടെ അനുപല്ലവിക്ക് ഞാനൊരു ചെറിയൊരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. തെറ്റല്ല, അത് പാടാൻ മറന്നു പോയതാ. ചന്ദ്രനും അത് ചന്ദ്രനും രണ്ടാമത്തെ പാടിയില്ല. ഒന്നാമത്തത് ചന്ദ്രനും സൂര്യനും ഇങ്ങനെ വരും. രണ്ടാമത്തത് ചന്ദ്രനും സൂര്യനും ഗപദ സനീസദ പഗരി. ഈ ഒരു സാധനം വേണം. ഗപദ സനീസദ പഗരി ചന്ദ്രനും സൂര്യനും. മനസ്സിലായോ? ചിന്തിയാന്നുള്ളത് ഞാൻ ഇവിടെ പാടി കഴിഞ്ഞു. അപ്പൊ ഇത്രയും പഠിക്കും പിള്ളേർക്കാലം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നെ വിളിക്കുക, നേരിട്ട് വിളിക്കുക. ഞാനൊരു നമ്പർ പറയാം, 9567114446. ഇതിൽ വിളിച്ചാൽ മതി. പിന്നെ താളെന്ന് പറഞ്ഞ ആദ്യത്ത് ജീവന്റെ, അടുത്തത് ജീവന്റെ അടിയിൽ. നിങ്ങൾക്ക് താളം കുറെ ഇങ്ങനെ കാണിച്ചു തന്നതുകൊണ്ടും വലിയ പ്രയോജനമില്ല.
അതുകൊണ്ടാണ് താളം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശരിക്കും ഗുരുക്കന്മാരെടുത്ത് പോയിട്ട്, നിങ്ങളെ പഠിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് താളം പ്രത്യേകമായിട്ട് ടെക്നിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം. ചിലർക്ക് ജന്മസിദ്ധമാണ്, അധികം പഠിച്ചവരൊന്നും ഉണ്ടാവില്ല, ജന്മസിദ്ധമായിട്ട് അവർക്ക് താളം കിട്ടും, നന്നായിട്ട് കിട്ടും, അവർക്ക് ഒന്നും നോക്കണ്ട, എല്ലാം ഓരോ മനസ്സിലുണ്ട്, അത് ഇൻബോൺ നാച്ചുറലാണ്. അതല്ലാതെ എത്ര പഠിച്ചാലും ചിലർക്ക് താളം ഉണ്ടാവില്ല. അങ്ങനെ പല ആളുകളാണ്, അത് ആരും കുറ്റം പറയല്ല, അത് അങ്ങനെയാണത്, അതൊരു പ്രകൃതിയുടെ ഒരു നിയമമാണത്, ദൈവ നിയോഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ദൈവത്തെ നന്നായി പ്രാർത്ഥിച്ച് നല്ല ആത്മാർത്ഥമായി പഠിച്ച് നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കേൾക്കണം, മെമ്മറിയിലേക്ക് പകർത്തി ഒപ്പിയെടുക്കണം നമ്മൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അനുകരണമാണ് പാട്ട്. ഒരുപാട് പറയാം, പക്ഷേ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നമസ്കാരം.